ഈ കാണുന്നത് താജ്മഹൽ അല്ല, ദിസ് ഈസ് ബീബി കാ മക്ബറ, താജ് ഓഫ് ദി ഡക്കാൻ. ഔറംഗാബാദ് സീരീസിലെ 10ാമത്തെ എപ്പിസോഡാണിത്. ദൗലത്താബാദ് ഫോർട്ടിൽ നിന്ന് ഞാൻ ബസ് നമ്പർ 42 എടുത്ത് നേരെ പോയത് സെൻട്രൽ ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ എത്തുമ്പോൾ തന്നെ സമയം 6 മണിയോട് അടുപ്പിച്ചായിരുന്നു. അടുത്ത ബസ് 6:30 ശേഷമാണെന്നാണ് ചോദിച്ച് പറയാൻ കഴിഞ്ഞത്. ആ ബസ്സിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡേ വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു ഷെയർ ഓട്ടോയും പിടിച്ച് നേരെ ബീബി കാ മക്ബറയിലേക്ക്. എൻട്രി ടിക്കറ്റിന് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം പുറത്തൊരു സ്കാനർ വെച്ചിട്ടുണ്ട്. സ്കാൻ ചെയ്യുക, കയറുക. ദൂരെ നിന്ന് നോക്കുമ്പോൾ താജ്മഹലിന്റെ എക്സാക്ട് റെപ്ലിക്ക ആയിട്ടാണ് തോന്നുന്നതെങ്കിലും സംഗതി അതല്ല. പൂർണ്ണമായും മാർബിൾ ഉപയോഗിച്ചല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലത്തെ ഡോം മാത്രമാണ് മാർബിൾ, ബാക്കിയെല്ലാം പ്ലാസ്റ്ററാണ്. 17ാം നൂറ്റാണ്ടിൽ ഔറംഗസീബിന്റെ മകനായ പ്രിൻസ് അസംഷായാണ് അദ്ദേഹത്തിന്റെ അമ്മയായ ദിൽറാസ് ബാനു ബീഗത്തിന് വേണ്ടിയിട്ട് ഇത് നിർമ്മിച്ചത്. 1657 അവരുടെ മരണശേഷം താജ്മഹലിനോളം ഭംഗിയുള്ള ഒരു ടോംബ് നിർമ്മിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. താജ്മഹൽ നിർമ്മിച്ച ആർക്കിടെക്ടിന്റെ മകനായ അത്തൗള്ളയാണ് മിനി താജ്മഹലും നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. ഔറംഗാബാദിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനായിട്ട് ഇന്നും ബീബി കാ മക്ബറ തുടരുന്നു. ബാക്കി കഥകൾ അടുത്ത പാട്ടിൽ പറയാം.